എല്ലാവർക്കും ഗുഡ് വിൽ പാചകത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചിക്കൻ ലെഗ് ഫ്രൈ എങ്ങനെ വീടുകളിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ ചിക്കൻ ലെഗ് ഫ്രൈക്ക് വേണ്ടി 4 ലെഗ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് വരഞ്ഞ് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ചിക്കൻ സോഫ്റ്റ് ആവാനും അത് നല്ല രുചിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും പുതുവർഷമൊക്കെ ആഘോഷിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു പുതുവർഷത്തിൽ തന്നെ ഒരു വെറൈറ്റി ആയ നമുക്ക് ചിക്കൻ ലെഗ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ രീതിക്ക് നാടൻ രീതിയിൽ മസാല ചേർത്ത് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്നത്തെ ചിക്കൻ ലെഗ് ഫ്രൈ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ നാടൻ വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത് 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ ഇതൊരു 3 ടീസ്പൂൺ ഉണ്ട്, വലിയ ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ഇടണം. ഒരു ചെറിയ പിഞ്ച് പെരിഞ്ജീരകം, നല്ലതാണ് ചിക്കനിൽ പെരിഞ്ജീരകം ചേർക്കുന്നത്. പൊടി ചേർത്താലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി വേണ്ടവർക്ക് ചേർക്കാം. ഞാൻ ചേർക്കുന്നുണ്ട് ലേശം, അതായത് നമ്മൾ 1/4 ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. നമ്മൾ ചിക്കൻ മസാല ചേർക്കാത്ത കാരണം നമ്മൾ ചേർക്കുന്നതാണ്. പിന്നെ നമ്മൾ ചതച്ച മുളക് നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു 3 വറ്റൽമുളക് നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു മുട്ട ചേർത്ത് കൊടുക്കും. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിൽ നമ്മുടെ ചിക്കൻ ലെഗ് ഫ്രൈ റെഡിയായിരിക്കുകയാണ്. ഇത് നമുക്കൊരു വാഴയിലേക്ക് മാറ്റാം. ഇന്ന് നമ്മൾ ചുരുങ്ങിയ ചേരുവകൾ വെച്ച് നമ്മൾ വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാടൻ ചിക്കൻ ലെഗ് ഫ്രൈ ആണെന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ
അടുത്ത എപ്പിസോഡിൽ വെറൈറ്റി ഡിഷുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഷെഫ് നിധി.